കഥ തുടരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ദമയന്തിയുടെ വീട്ടിൽ നിന്ന് ഭാർഗവനും ദത്തനും ഗൗതമും ഒന്നിച്ചാണ് വന്നത്. ചന്ദ്രിക ഭർത്താവിനെയും മകനെയും കുറ്റപ്പെടുത്തും മട്ടിൽ കൂർത്ത ഒരു നോട്ടം അയച്ചു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. സുരേശൻ എല്ലാവർക്കും മുന്നിൽ ഇല വിരിക്കുകയാണ്. കരുണൻ ശ്രദ്ധയോടെ അത് നോക്കി നിന്നു. സുരേഷോ, ഇങ്ങനെയാണോടാ ഇലയിടുന്നത്? ഇലയുടെ മുറിച്ച ഭാഗം വലത്തേക്കിടുക. ഓ, അതിനെ ശ്രദ്ധിച്ചില്ല ചേട്ടാ. അവൻ ഇലകൾ ശരിയായ രൂപത്തിലിടുമ്പോൾ തിണ്ണയിലെ വീൽ ചെയറിലിരുന്ന ഗോപിദാസ് സഖാവ് കരുണനെ അടുത്ത് വിളിച്ചു. എന്താ ഗോപി? സഖാവ് ചെന്നു. ഗോപിദാസ് ശബ്ദം താഴ്ത്തി. കരുണ, എനിക്കൊരാഗ്രഹം. പറഞ്ഞോടാ. പണമല്ലാത്തത് എന്തും സാധിച്ചു തരാൻ ഞാൻ ഒരുക്കമാ. എന്നിട്ടും പരങ്ങലയോടെയാണ് ഗോപിദാസ് പറഞ്ഞത്. എനിക്കും എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഇത്തിരി ചോറുണ്ണാനൊരു മോഹം. അത്രയേ ഉള്ളോ? കരുണ തിരിഞ്ഞു. എടാ ബാബു, സുമേഷേ, ഇങ്ങോട്ടൊന്ന് വന്നേ. രണ്ട് ചെറുപ്പക്കാർ വേഗം വന്നു. എന്താ കരുണേട്ടാ? കരുണൻ കാര്യം പറഞ്ഞു. മൂവരും കൂടി ഗോപിദാസിനെ വീൽ ചെയറിൽ നിന്നെടുത്ത് മറ്റുള്ളവരുടെയൊപ്പം കസേരയിൽ കൊണ്ടിരുത്തി. ഭയങ്കര സന്തോഷം തോന്നി ഗോപിദാസിന്. എല്ലാവർക്കുമൊപ്പം സംതൃപ്തിയോടെ അയാൾ ഭക്ഷണം കഴിച്ചു. 4 മണി കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന കുറേ സുഹൃത്തുക്കൾ വന്നു. 2 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. നല്ല സുന്ദരിമാരായ പെൺകുട്ടികൾ. അവിടെ തന്നെ ഉണ്ടായിരുന്ന മറപ്പുര ഭാർഗവൻ കൊതിയോടെ പെൺകുട്ടികളെ നോക്കി. അപ്പോഴേക്കും പല്ലവി സുഹൃത്തുക്കളെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. പാചകപ്പുരയിൽ നിന്ന് ഉപ്പേരി വറക്കുന്നതിൻ്റെയും അച്ചാറുണ്ടാക്കുന്നതിൻ്റെയും ഗന്ധം ഒഴുകി വന്നുകൊണ്ടിരുന്നു. സഖാവ് കരുണൻ എല്ലാം രുചിച്ചു നോക്കുന്നുണ്ട്, അഭിപ്രായം പറയുന്നുമുണ്ട്. കൂട്ടുകാർക്ക് ചായ കൊടുത്ത ശേഷം പല്ലവി ചന്ദ്രികയുടെ അടുത്തെത്തി. ആൻറ്റി, എന്താ മോളെ, എനിക്കെടുത്ത ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ചന്ദ്രിക തലയാട്ടി. എൻ്റെ കൂട്ടുകാരികൾക്ക് അതൊന്ന് കാണണമെന്ന് പറയുന്നു. അതിനെന്താ? ചന്ദ്രിക എഴുന്നേറ്റ് അലമാര തുറന്നു തൻ്റെ ബാഗ് എടുത്തു. ഓർണമെൻറ്റ്സുകൾ വെച്ചിരുന്ന ബോക്സ് എടുത്ത് പല്ലവിക്കും കൂട്ടുകാർക്കും മുന്നിൽ കൊണ്ടുവച്ച ശേഷം നിർദ്ദേശിച്ചു. ഇത് മുഴുവൻ നീ ഒന്നണിഞ്ഞേ, ഞങ്ങളും കൂടി കാണട്ടെ. മാത്രമല്ല, ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്ന് പുടവയും കൊണ്ടുവരുമ്പോൾ നീ നന്നായി ഒരുങ്ങി നിൽക്കണം. പല്ലവി സമ്മതിച്ചു. അവൾ വേഷം മാറി വന്നു. തേനിയിൽ നിന്നെടുത്ത ചുരിദാറാണ് ധരിച്ചിരുന്നത്. ഇളം മഞ്ഞയിൽ പച്ച വർക്കുകൾ ചെയ്ത ടോപ്പും പച്ച പാൻറ്റും പച്ച നിറത്തിലുള്ള ഷാൾ, അതിൻ്റെ കൂടെ ഒരു വലിയ പച്ച സിന്ദൂരപ്പൊട്ട് കൂടിയായപ്പോൾ പല്ലവിയുടെ സൗന്ദര്യം ഇരട്ടിച്ചു. ഈ രൂപത്തിൽ നിന്നെ നേരത്തെ ഞാൻ കണ്ടിരുന്നെങ്കിൽ അന്നേ ലൈനാക്കിയാനെ. സുഹൃത്തുക്കളിൽ ഒരാളുടെ കമൻറ്റ്. നീ പോടാ. പല്ലവി അവൻ്റെ കൈത്തണ്ടയിലൊരു നുള്ളു കൊടുത്തു. കൂട്ടുകാരികളാണ് അവളെ ആഭരണങ്ങൾ അണിയിച്ചത്. 25 പവനേ ഉള്ളെങ്കിലും പല്ലവി ധരിച്ചപ്പോൾ 50ൻ്റെ മതിപ്പ് തോന്നി. കൂട്ടുകാരികൾ അവളോട് ചേർന്ന് നിന്ന് സെൽഫി എടുത്തു. പിന്നെ തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തു. ഉടൻ തന്നെ കമൻറ്റുകളുടെ വരവായി. അതേ വേഷത്തിൽ പല്ലവി ചന്ദ്രികയുടെയും തങ്കത്തിൻ്റെയും മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഒരു സിനിമാ നടിയെ പോലെ പല്ലവി. ഏതെങ്കിലും ഡയറക്ടർമാർ ഈ സമയം പല്ലവിയെ കണ്ടാൽ തീർച്ചയായും ഫിലിം ഫീൽഡിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നി ചന്ദ്രികയ്ക്ക്. ഗൗതവും കൊതിയോടെ അവളെ നോക്കി നിൽക്കുന്നത് ഇടം കണ്ണാലെ ചന്ദ്രിക കണ്ടു. ഗോപിദാസിൻ്റെയും മനം നിറഞ്ഞു. തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു മംഗല്യഭാഗം ഉണ്ടാകുമെന്ന് സ്വപ്നബി വിചാരിച്ചിരുന്നതല്ല. ഇനി മരിച്ചാലും തനിക്ക് വിഷമമില്ലെന്ന് അയാൾ ഓർത്തു. 6 മണിയോടെ പല്ലവിയുടെ കൂട്ടുകാർ രാവിലെ എത്തിയേക്കാമെന്ന് പറഞ്ഞു പോയി. സന്ധ്യയോടെ ഗോപിദാസിൻ്റെ വീടും പരിസരവും പ്രകാശപൂരിതമായി. മിന്നിക്കൊണ്ടിരുന്ന ഇലുമിനേഷനിൽ ലൈറ്റുകൾ വേറെ. പുത്തനാറിന് അക്കരെ AC റോഡിൽ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളാണെന്ന് തോന്നുമായിരുന്നു. 7:30 ഗരുഡഗിരിയിൽ നിന്ന് വധുവിനുള്ള പുടവയുമായി ഒരു കാറിൽ പറ്റുന്നത്ര ആളുകൾ വന്നു. ശ്രീജിത്തും അമ്മ കുസുമവും അമ്മാവനും പിന്നെ 2 സുഹൃത്തുക്കളും. സഖാവുകാരന് മുന്നിൽ നിന്ന് അവരെ സ്വീകരിച്ചിരുത്തി. അവർക്കൊപ്പം വന്ന വീഡിയോഗ്രാഫർ പുടവ മാറുന്നതിൻ്റെയും മറ്റും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ചായ സൽക്കാരവും കഴിഞ്ഞ് 8:30 അവർ മടങ്ങി. ഉച്ചയ്ക്കത്തേതുപോലെ അത്താഴ സദ്യയും നടന്നു. ഒരു വ്യത്യാസം മാത്രം, അത്താഴ സദ്യ ഒരുക്കിയത് അവിടുത്തെ പാചകക്കാരായിരുന്നു. 10 മണിയായപ്പോൾ ദത്തനും ചന്ദ്രികയും ഗൗതമും യാത്ര പറഞ്ഞു. കർണൻ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ, ഞങ്ങൾ വെളുപ്പിനിങ്ങ് വരാം, ദത്തൻ അയാളോട് പറഞ്ഞു. ഞാൻ പിന്നെ എവിടെ പോകാനാ? കർണൻ ചിരിച്ചു. ദത്തനും കുടുംബവും പോയി. അപൂർവം ചില ബന്ധുക്കളും തൊട്ടടുത്ത അയൽക്കാരും ബാക്കിയായി. നീ കയറിക്കിടന്നുറങ്ങിക്ക മോളെ, അല്ലെങ്കിൽ രാവിലെ മുഖം വീർത്തിരിക്കും, ഭാനുമതി പല്ലവിയോട് നിർദ്ദേശിച്ചു. അച്ഛൻ്റെ മുറിയിലാണ് അന്ന് അവൾ ഉറങ്ങാൻ കിടന്നത്. ഗോപിദാസിനെയും അവിടെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നു. മോളെ, ഗോപിദാസ് വിളിച്ചു. എന്താച്ചാ? ഇടം കൈക്കൊണ്ട് ശിരസ്സു താങ്ങി അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. ആഭരണങ്ങളൊക്കെ അഴിച്ച് ഭദ്രമായി അലമാരയിൽ വെച്ച് പൂട്ടിയിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നീ അച്ഛനെ ഓർത്ത് വിഷമിക്കരുത്. ജിത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. അല്ലാതെ എന്നും ഇങ്ങോട്ട് വരണമെന്നൊന്നും വാശി പിടിക്കരുത്. അച്ഛൻ്റെ കാര്യങ്ങൾ ഇവിടെയങ്ങ് നടന്നു പോയിക്കോളൂ. ആ സംസാരം കേട്ടപ്പോൾ പല്ലവിക്ക് സങ്കടം തോന്നി. അച്ഛനെയും ഞങ്ങളോടൊപ്പം ഗരുഡഗിരിക്ക് കൊണ്ടുപോകാനാ ജിത്തേട്ടൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് അക്കാര്യം പറഞ്ഞിരുന്നു, അവൾ അറിയിച്ചു. ഏയ്, അത് ശരിയാവില്ല. ശ്രീജിത്തിനും കുസുമത്തിനും അതിൽ എതിർപ്പൊന്നും ഇല്ലെങ്കിലും എനിക്കത് അന്യവീട് തന്നെയാ. ഞാൻ അവർക്കൊരു ഭാരമായി തീരും.
അവർ പുറമേയൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി. മാത്രമല്ല, തങ്കത്തെ വിട്ടിട്ട് ഞാൻ മരണത്തിലേക്കല്ലാതെ ഒരിടത്തേക്കും പോകില്ല. ഗോപിദാസ് ദീർഘമായി നിശ്വസിച്ചു. അച്ഛാ. സങ്കടം കൂടിയപ്പോൾ പല്ലവി പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. പുലർച്ചെ 4 മണിക്ക് ദത്തനും ചന്ദ്രികയും ഗൗതമും ഒന്നാംകരയിൽ വന്നു. ചന്ദ്രികയാണ് പല്ലവിയെയും പിന്നെ ഒന്ന് മയങ്ങിയിട്ട് അധിക നേരമാകാത്ത തങ്കത്തിനെയും വിളിച്ചുണർത്തിയത്. ബാലു അന്ന് രാത്രിയിൽ ഉറങ്ങിയതേയില്ല. കരുണൻ്റെയൊപ്പം പാചകപ്പുരയിലായിരുന്നു അവനും. ആ വീട്ടിൽ ആദ്യമായാണല്ലോ ബാലുവിൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊരു ചടങ്ങ് നടക്കുന്നത്. അതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അവൻ. അതിഥികൾ വരുന്നതിന് മുമ്പ് പല്ലവി കുളിച്ച് വേഷം മാറി. തങ്കം ആ സമയം കൊണ്ട് ചൂടുവെള്ളത്തിൽ ഗോപിദാസിൻ്റെയും ശരീരം തുടച്ചെടുത്ത് പുതിയ വേഷം ധരിപ്പിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ബാലു പുത്തനാറിൽ മുങ്ങിക്കുളിച്ചു. അന്ന് അവന് കൂട്ടിന് സഖാവ് കരുണനും ഉണ്ടായിരുന്നു. പാചകക്കാർ ചൂട് കട്ടൻ ചായ തയ്യാറാക്കിയിരുന്നു. ചന്ദ്രിക ഗ്ലാസുകൾ ഒരു ട്രേയിൽ വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു. സമയം 7 മണി. ഗൗതം ഏർപ്പാടാക്കിയിരുന്ന ബ്യൂട്ടീഷ്യനും വീഡിയോഗ്രാഫറും മറ്റും വന്നു. രാവിലെ ഒരു സ്മോൾ അകത്താക്കിയിട്ട് മറപ്പുറ ഭാർഗവനും വന്നു. ഗൗതം മൂക്കുവിടർത്തിയൊന്ന് ശ്വാസം എടുത്തിട്ട് ഭാർഗവനെ നോക്കി. രാവിലെ അകത്താക്കി അല്ലേ? ഭാർഗവൻ ചിരിച്ചു. ഇന്നലത്തെ ക്ഷീണം മാറാൻ. പിന്നെ അയാൾ എന്തിനോ പുറത്തേക്ക് വന്ന ബ്യൂട്ടീഷ്യനെ നോക്കി. അല്പം തടിയുള്ള വെളുത്ത യുവതിയായിരുന്നു അത്. സെറ്റ് സാരിയായിരുന്നു വേഷം. വിടർന്ന കണ്ണുകളും ചുവന്ന ചുണ്ടും. അവളുടെ വയറിൻ്റെ ഭാഗത്തെ സാരി അല്പം മാറിയപ്പോൾ പാൽപ്പാടയുടെ നിറമുള്ള ഞൊറികൾ വീണ വയറും പൊക്കിൽ ചുഴിയും മിന്നായം പോലെ കണ്ടു ഭാർഗവൻ. സാധനം കൊള്ളാമല്ലോ. എവിടെയുള്ളതാ? ഭാർഗവൻ ഗൗതത്തോട് സ്വരം താഴ്ത്തി. ചക്കുളത്ത വീട്. പോയി ഒരു ഒളിക്യാമറ വയ്ക്കുന്നോ? പോ മുതലാളി. ഭാർഗവൻ ചമ്മിപ്പോയി. ബ്യൂട്ടീഷ്യൻ പല്ലവിയെ ഒരുക്കാൻ തുടങ്ങി. ഇപ്പോഴേ വേണോ? അവൾക്ക് സംശയം. പിന്നെ വേണ്ടേ? ബ്യൂട്ടീഷ്യൻ യുവതി മനോഹരമായി ചിരിച്ചു. വീടും പരിസരവും ക്യാമറയിലെടുത്തിട്ട് വീഡിയോഗ്രാഫറും അസിസ്റ്റൻറ്റും അകത്തേക്ക് കയറി. എൻ്റെയും കൂടി എടുക്ക്. പുത്തൻ പാൻറ്റും ഷർട്ടും ധരിച്ച ബാലു അവർക്ക് മുന്നിൽ വന്നു. വീഡിയോഗ്രാഫർ ക്യാമറ അവൻ്റെ നേർക്ക് തിരിച്ചു. ബാലുവിന് സന്തോഷമായി. മതിയോ? അയാൾ തിരക്കി. അവൻ തലയാട്ടി. കല്യാണ നേരത്തെ ഇനിയും ഒത്തിരി പടങ്ങൾ എടുക്കും ഞങ്ങൾ, അസിസ്റ്റൻ്റ് അവനോട് പറഞ്ഞു. ശേഷം വീഡിയോഗ്രാഫറും അസിസ്റ്റൻറ്റും പല്ലവിയെ ഒരുക്കുന്ന മുറിയിലേക്ക് കടന്നു. മാധവനും ഭാനുമതിയും ഉപയോഗിച്ചിരുന്ന മുറിയായിരുന്നു അത്. 8:30 പല്ലവിയുടെ കൂട്ടുകാർ വന്നു. തലേന്ന് വന്നവരുടെ കൂടെ 5-6 പേർ കൂടി. അപ്പോഴേക്കും പല്ലവിയെ ഏതാണ്ട് ഒരുക്കി കഴിഞ്ഞിരുന്നു ബ്യൂട്ടീഷ്യൻ. സാരി ഉടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പെണ്ണായി മാറി പല്ലവി. കൂട്ടുകാർ തങ്ങൾ കൊണ്ടുവന്ന മനോഹരമായി പൊതിഞ്ഞിരുന്ന ഒരു പ്രസൻറ്റേഷൻ വീഡിയോയുടെ അകമ്പടിയിൽ അവർക്ക് കൈമാറി. അവൾ എല്ലാവർക്കും നാരങ്ങയും നൽകി. മുറ്റത്ത് കല്യാണ മണ്ഡപം ഒരുക്കി. പാചകപ്പുരയിൽ കറികളുടെ എല്ലാം ജോലി തീർന്നു. അടപ്രഥമൻ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നു. ചോറും ഒരു വട്ടം വേവിച്ച് കോരി നിരത്തിയിട്ടു. ഇനിയുള്ളത് പപ്പടം കാച്ചുക എന്നതാണ്. അത് സദ്യ തുടങ്ങാൻ സമയത്തേക്ക് മതി. അതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞുവെന്ന് പറയാം. വിവാഹ മുഹൂർത്തത്തിന് ഇനി 1 മണിക്കൂർ ബാക്കി. ദക്ഷിണ കൊടുക്കാനുള്ളവർക്ക് കൊടുത്താൽ പിന്നീട് അതിനായി തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. മണ്ഡപത്തിൽ വെച്ച് വരൻ്റെ അമ്മയ്ക്ക് മാത്രം ദക്ഷിണ മതിയാകും. കരുണൻ അഭിപ്രായപ്പെട്ടു. അതാണ് നല്ലതെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു. ഇപ്പോഴാകുമ്പോൾ അർഹതപ്പെട്ടവരെ മറക്കുകയുമില്ല. പല്ലവി ആദ്യം അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു. പിന്നെ പൂമുഖത്ത് പോയി വീൽചെയറിലിരിക്കുന്ന ഗോപിദാസിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു. അയാൾ മകളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹം ചൊരിഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും ഊഴം കഴിഞ്ഞു. മുഹൂർത്തത്തിന് ഇനി 1/2 മണിക്കൂർ. എല്ലാ കണ്ണുകളും AC റോഡിലേക്കാണ്. അലങ്കരിച്ച വാഹനങ്ങൾ വല്ലതും വരുന്നുണ്ടോ? സമയം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇനി 15 മിനിറ്റേയുള്ളൂ വിവാഹ സമയത്തിന്. ശ്രീജിത്ത് വന്നില്ല. തങ്കത്തിന് ഉത്കണ്ഠയായി. ആരും കാണാതെ അവർ തൻ്റെ ഫോണെടുത്ത് ശ്രീജിത്തിൻ്റെ അമ്മ കുസുമത്തിന് കോൾ അയച്ചു. പക്ഷേ അപ്പുറത്ത് സ്വിച്ച് ഓഫ് ആയിരുന്നു. തങ്കത്തിന് നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവർ ഒരു തവണ കൂടി കുസുമത്തിന് ഫോൺ ചെയ്തു. പഴയതുപോലെ തന്നെ. തങ്കം കുടുകുടെ വിയർത്തു. സാരിത്തും ഉയർത്തി അവർ മുഖം തുടച്ചു. ശ്രീജിത്തിൻ്റെ നമ്പർ അവർക്ക് അറിയുകയില്ല. തങ്കം മെല്ലെ വാതിൽക്കൽ വന്നു. എന്നാലും ഇത്ര വൈകുന്നത് എന്താ അവർ? ഗർഡാഗരിയിൽ നിന്ന് ഇവിടെ എത്താൻ 1/2 മണിക്കൂർ പോലും വേണ്ടല്ലോ. സഖാവുകാരനും പറയുന്നത് തങ്കം കേട്ടു. ബന്ധുക്കൾ ആരെങ്കിലും വരാൻ വൈകിക്കാണും, സുരേശൻ അഭിപ്രായപ്പെട്ടു. താമസിച്ചു വരുന്നവരെ നേരെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് വയ്ക്കണം. അല്ല പിന്നെ, വിവാഹം അതിൻ്റെ മുഹൂർത്തത്തിലല്ലേ നടത്തേണ്ടത്? വേറൊരാൾ. അവരുടെ ഫോൺ നമ്പർ അറിയത്തില്ലേ? അങ്ങോട്ടൊന്ന് വിളിച്ചു ചോദിക്കണം. മറപ്പുര ഭാർഗവൻ്റെ ഒച്ച. തങ്കം പതിയെ പിന്തിരിഞ്ഞ് മകളുടെ അടുത്തെത്തി. അവളും ഉൾക്കൊണ്ടാകുലയായിരുന്നു. മോള് ജിത്തിൻ്റെ നമ്പർ ഒന്ന് കോൾ ചെയ്തു തന്നേ. തങ്കം തൻ്റെ ഫോൺ നീട്ടി. അർദ്ധശങ്കയുടെ പല്ലവി അത് വാങ്ങി നമ്പർ കുത്തി. അവൾക്ക് അവൻ്റെ നമ്പർ കാണാപ്പാടമായിരുന്നു. തങ്കം ഫോണുമായി അവിടെ നിന്ന് മാറിയിട്ട് കാതിൽ ചേർത്തു. അവർക്ക് ഉൾക്കിടലമുണ്ടായി. ആ ഫോണും സ്വിച്ച് ഓഫ്. തങ്കത്തിന് സംശയത്തിൻ്റെ ചൂരടിച്ചു. തലയ്ക്ക് മീതെ ഒരു അപകടം പതിയിരിക്കുന്ന പ്രതീതി. ചിന്താധീനയായി അവർ തിരിയുമ്പോൾ മുന്നിൽ പല്ലവി. ജിത്തിനെ കിട്ടിയില്ലേ അമ്മേ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അവർ ഉള്ളിലെ തേങ്ങൽ മറയ്ക്കാൻ ശ്രമിച്ചു.
അവൻ്റെ ഫോൺ എൻഗേജറാ, ഇങ്ങോട്ട് വരികയാവും. തങ്കം കള്ളം പറഞ്ഞു. എന്നാൽ പല്ലവിക്ക് അത് വിശ്വാസമായില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് റാഞ്ച് പോലെ അവൾ ഫോൺ വാങ്ങി. റീകോൾ ബട്ടൺസ് പ്രസ് ചെയ്തു. കമ്പ്യൂട്ടറിൻ്റെ മറുപടി വന്നപ്പോൾ അവൾ തങ്കത്തെ പകച്ചു നോക്കി. ആ ചുണ്ടുകൾ വിറക്കൊള്ളുന്നത് അവൾ കണ്ടു. കണ്ണുകൾ നിറഞ്ഞു വരുന്നു. ജിത്തേട്ടൻ ചതിക്കുമോ അമ്മേ? അവളുടെ സ്വരം ചിലമ്പി. ഏയ്, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അവൻ. അതുതന്നെയാണ് പല്ലവിയുടെ വിശ്വാസവും. തങ്കം തുടർന്നു. ഇനി വരുന്ന വഴിക്ക് വല്ല അനർത്ഥവും? പല്ലവി ഒന്ന് ഞെട്ടി. അങ്ങനെയാണെങ്കിൽ മുഹൂർത്തം കഴിഞ്ഞല്ലോ. വിവാഹം നടത്താൻ വന്ന ശാന്തിയാണ് പറഞ്ഞത്. ഇത് ഒരുമാതിരി തെമ്മാടിത്തരമല്ലേ? ഒന്ന് വിളിച്ചു പറയുകയെങ്കിലും ചെയ്യണ്ടേ? ക്ഷണിക്കപ്പെട്ട് എത്തിയവർ രോഷാകുലരായി. തങ്കം, തിണ്ണയിൽ നിന്ന് ഗോപിദാസിൻ്റെ വിളി കേട്ടു. തങ്കം അങ്ങോട്ട് ചെന്നു. അവരൊന്ന് വിളിച്ചേടി. വിളിച്ചു, കിട്ടുന്നില്ല. തങ്കം ശബ്ദം താഴ്ത്തി. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ചന്ദ്രിക ഇടപെട്ടു. മുഹൂർത്തം കഴിഞ്ഞെങ്കിലും സാരമില്ല. മുഹൂർത്തം നോക്കാതെ രജിസ്റ്റർ മാരേജ് നടത്തുന്നവരും സുഖമായി കഴിയുന്നില്ലേ? ആളുകളോ വിളിച്ചുകൂട്ടി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞപ്പോൾ ചെറുക്കൻ കൂട്ടർ വന്നില്ലെങ്കിൽ? അവർ തിരിഞ്ഞ് ദത്തനെ നോക്കി. നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെല്ല് ഗർഡാഗിരിക്ക്. എന്താണ് സംഭവം എന്നറിയണമല്ലോ. ശരി. അയാൾ തിരിഞ്ഞ് മകനെ നോക്കി. ഗൗതം, വാടാ. അവർക്കൊപ്പം സഖാവ് കരുണനും സുരേഷിനും ഭാർഗവനും കൂടി പോയി. നിലം തൊടാതെ പായുകയായിരുന്നു കാർ. കാണുമ്പോൾ തന്നെ അവൻ്റെ കരണം അടിച്ചു പൊട്ടിക്കണം. ഭാർഗവൻ കരിപ്പൂണ്ടു. ആവശ്യമില്ലാത്തൊന്നും ചെയ്തേക്കല്ലേ ഭാർഗവ. നമ്മുടെ കൊച്ചിൻ്റെ കല്യാണ കാര്യമാ. കരുണൻ മുന്നറിയിപ്പ് നൽകി. ഭാർഗവൻ അമർത്തി മൂളി. ഗർഡാഗിരി പാലക്കടന്നതോ ഗൗതം എൻ്റെവർ ചവിട്ടി നിർത്തി. എല്ലാവരും ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ ചാടിയിറങ്ങി. ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതാണ് ആദ്യം ശ്രദ്ധിച്ചത്. അവരിനി വേറെ വഴിക്ക് ഒന്നാകരയ്ക്ക് പോയോ? കരുണന് സംശയം. ഏയ്, അതിന് സാധ്യതയില്ല, സുരേഷൻ പറഞ്ഞു. ഇതിനിടെ അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. വീടിന് മുന്നിൽ പന്തലോ മറ്റൊന്നുമില്ല. ദത്തൻ ഇത്തിരി അപ്പുറത്തുള്ള വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരാൾ തെങ്ങിന് വളമിട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ വീട്ടിലെ ആളാണോ? ദത്തൻ തിരക്കി. അതെ, എന്താ? കരുണനും അപ്പോഴേക്കും ഓടിച്ചെന്നു. ദത്തൻ ശ്രീജിത്തിൻ്റെ വീടിന് നേർക്ക് കൈ ചൂണ്ടി. അവിടെ താമസിച്ചിരുന്നവർ എങ്ങോട്ട് പോയെന്നറിയാമോ? എവിടേക്കാണെന്നറിയില്ല. രാവിലെ വീട് ഒഴിഞ്ഞുപോയി, അയാൾ അറിയിച്ചു. ഒഴിഞ്ഞുപോയെന്നോ? കരുണന് മനസ്സിലായില്ല. അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നല്ലോ. നാട്ടിലേക്കാവും പോയത്. വാടകയ്ക്കോ? ദത്തനും കരുണനും അമ്പരപ്പിൽ പരസ്പരം നോക്കി. അതെ, എന്താ വിഷയം? ആ വീട്ടുകാരന് മനസ്സിലായില്ല. പറയാം. അവരുടെ വീട് എവിടെയാണെന്നറിയാമോ? കരുണൻ തിരക്കി. ഗൗതവും ഭാർഗവനും സുരേഷിനും കൂടി അടുത്തു വന്നു. വീട്ടുകാരൻ പറഞ്ഞു. അതൊന്നും അറിയില്ല. അവർക്ക് ഞങ്ങൾ ആരുമായും യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ ചെറുപ്പക്കാരൻ്റെ അമ്മയാണോന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു. രാത്രിയിൽ പലരും അവിടെ വരികയും പോകുകയും ചെയ്യാറുണ്ടായിരുന്നു. കരുണനിലെ സഖാവ് ഉണർന്നു. ശ്രീജിത്തിനെ അങ്ങനെ വിട്ടുകൂടാ എന്ന് അയാൾ തീരുമാനിച്ചു. ആരുടേതായിരുന്നു ആ വീട്? വാടക ചീട്ട് എഴുതിയപ്പോൾ താമസക്കാരുടെ അഡ്രസ്സും ആധാറിൻ്റെ കോപ്പിയുമൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കുമല്ലോ. കയ്യിലിരുന്ന ബക്കറ്റ് വീട്ടുകാരെ നിലത്ത് വച്ചിട്ട് തലയിൽ കെട്ടിരുന്ന തോർത്തഴിച്ച് കഴുത്തിലെ വിയർപ്പ് തുടച്ചു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. 3-4 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ജോലിയുള്ള ഒരാൾ വാങ്ങിയതാണ് ആ സ്ഥലം. അതിനോട് ചേർന്ന് ഒരു ചിറയുണ്ടായിരുന്നു എന്ന് മാത്രം. അതാണ് തെങ്ങുകൾ വളർന്നു നിൽക്കുന്നത്. പിന്നീട് ബാക്കി ഭാഗം മണ്ണിടിച്ച് നികത്തുകയും അയാൾ വീട് പണിയുകയുമായിരുന്നു. കഷ്ടിച്ച് 1 മാസം അയാളും കുടുംബവും അവിടെ താമസിച്ചു കാണും. പിന്നെ അമേരിക്കയിലേക്ക് മടങ്ങി. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അയാൾ പറഞ്ഞു നിർത്തി. എന്നാലും വീട് നോക്കാൻ ആരെങ്കിലും കാണുമല്ലോ. കരുണൻ തർക്കിച്ചു. ഉണ്ട്. ആലപ്പുഴ എങ്ങോ ഉള്ള ഒരാളുണ്ട്. അയാൾ 2-3 മാസം കൂടുമ്പോൾ വരും. ഉള്ള തേങ്ങ ഇടിപ്പിച്ച് ആ കാശ് ഗിരി ഷോപ്പിൽ തീർത്തിട്ട് പോകും. അയാൾ പറഞ്ഞു നിർത്തി. ഇനി എന്ത് എന്ന ഭാവത്തിൽ എല്ലാവരും പരസ്പരം നോക്കി. അതിരിക്കട്ടെ, നിങ്ങളെന്തിനാ വീട്ടുകാരെ തിരക്കി വന്നത്? വല്ല വിവാഹകാര്യവുമാണോ? കുറച്ച് ദിവസം മുമ്പ് അവിടെ പന്തലും കുറേ ആളുകളും കണ്ടിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. ആ മനുഷ്യന് സംശയമായി. നന്ദി ചേട്ടാ. ഒന്നുമില്ല. ഗൗതം വേഗത്തിൽ തിരിഞ്ഞ് കാറിന് നേർക്ക് പോയി. ബാക്കിയുള്ളവർ പിറകെയും. നമ്മൾ അവിടെ ചെന്ന് എന്നാ പറയും? മടക്കയാത്രയിൽ കരുണൻ ആരോടൊന്നില്ലാതെ തിരക്കി. ഏതായാലും സത്യം പറഞ്ഞല്ലേ പറ്റൂ. കല്യാണക്കാര്യമായിപ്പോയില്ലേ? വല്ല മരണവുമായിരുന്നാൽ ഒളിച്ചു വയ്ക്കാമായിരുന്നു, ഭാർഗവൻ അഭിപ്രായപ്പെട്ടു. ഒന്നാംകര. അവർ ചെന്നതേ കാത്തു നിന്നിരുന്ന ജനം ഓടിയെടുത്തു. അവരെ കണ്ടോ? എന്താ വരാൻ വൈകിയത്? നിങ്ങളുടെ കൂടെ അവർ വന്നില്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ആരും മറുപടി പറഞ്ഞില്ല. അവസാനം സഹിക്കെട്ടപ്പോൾ ഭാർഗവൻ ശബ്ദമുയർത്തി. നാറികൾ! അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു. തുടർന്ന് അയൽക്കാരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളുടെ ലഘുവിവരണം. ജനം ഒരുമാത്രം സ്തബ്ധരായി. പിന്നെ പിറുപിറുക്കലും ക്രമേണ ശബ്ദ ഉച്ചത്തിലായി. എന്നാലും ഈ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് തോന്നിയല്ലോ. അവനൊന്നും ഗുണം പിടിക്കത്തില്ല. കണ്ടാൽ വെട്ടി കണ്ടിക്കണം. അത്തരം തോന്നിയ സമയല്ലേ കാണിച്ചത്.
അവർ പറയുന്നത് ഗോപിദാസ് കേട്ടു. എൻ്റെ ദൈവങ്ങളെ! അയാൾ വീൽ ചെയറിൽ അള്ളിപ്പിടിച്ചു. പിറകിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും കണ്ണീർ ഒലിച്ചിറങ്ങി. എൻ്റെ മോളെ! തിണ്ണയിലേക്ക് തങ്കം സംഭവം അറിഞ്ഞ് വിലപിച്ചുകൊണ്ട് നിലം പൊത്തി. സ്ത്രീകൾ ഓടിവന്ന് അവരെ താങ്ങിയെടുത്തു. കൂട്ടുകാരികൾക്കിടയിൽ ആശങ്കയോടെ ഇരുന്ന പല്ലവിയും വാർത്ത ഗ്രഹിച്ച് അവരെ തള്ളിമാറ്റി അപ്പുറത്തെ മുറിയിലേക്ക് ഓടി. കട്ടിലിൽ കമിഴ്ന്നു വീഴുന്ന കരയാൻ തുടങ്ങി അവൾ. ഈ നിമിഷം അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചു. കൂട്ടുകാരികളും അവൾക്ക് പിറകെ ചെന്നു. അവളെ ആശ്വസിപ്പിക്കാനുള്ള അവരുടെ ശ്രമമെല്ലാം വൃഥാവിലായി. കരച്ചിലിനിടയിൽ പല്ലവിയുടെ ശരീരം വെട്ടിവിറച്ചുകൊണ്ടിരുന്നു. മോനെ ഗൗതം! തിണ്ണയിൽ ഇറങ്ങി നിന്ന് ചന്ദ്രിക ശബ്ദമുയർത്തി. എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി. എന്താ അമ്മേ? ഗൗതം ഓടിയെത്തി. അവനുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? ആ, ശ്രീജിത്ത് അല്ലേ? നമ്മുടെ എല്ലാ ഷാപ്പുകളിലെയും തൊഴിലാളികളെ വിളിക്കേ. 4 പാടും തിരയാൻ പറ. എവിടെയുണ്ടെങ്കിലും ശ്രീജിത്തിനെ കണ്ടുപിടിച്ചിരിക്കണം. എന്നിട്ട് കൈയും കാലും കൂട്ടിക്കെട്ടി ഈ മുറ്റത്ത് കൊണ്ടിടണം. എന്നിട്ട് അവനെ വെട്ടി തുണ്ടം തുണ്ടമാക്കണം. നമ്മളെ പറ്റിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് അവനും അവൻ്റെ അമ്മയും മനസ്സിലാക്കട്ടെ. ശരി അമ്മേ. ഗൗതം സെൽഫോൺ എടുത്തു തങ്ങളുടെ തൊഴിലാളികളെ വിളിക്കാൻ. പെട്ടെന്ന് ഗോപിദാസ് കണ്ണു തുറന്നു നടുക്കത്തോടെ സഹോദരിയെ നോക്കി. ചന്ദ്രികേ! എന്താ ചേട്ടാ? അത് വേണ്ട. ഒരു കൊലപാതകം ഒന്നിനും പരിഹാരമാകില്ലല്ലോ. പിന്നെ അതിൻ്റെ പിറകെ കേസും മറ്റും. ഗോപിദാസ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചന്ദ്രിക കൈ ഉയർത്തി. വേണ്ട, ചേട്ടനൊന്നും പറയണ്ട. വരുന്ന കേസൊക്കെ ഞാൻ ഫേസ് ചെയ്തോളാം. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഒരു കോടതിയും ഒന്നും ചെയ്യില്ല. ചന്ദ്രിക പറയുന്നത് പോലെ തന്നെ ചെയ്യുമെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് ഗോപിദാസിന് തോന്നി. സഖാവ് കരുണൻ എല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് വന്നു. ഗോപി പറയുന്നതിലും കാര്യമുണ്ട് ചന്ദ്രികയെ. കൊലപാതകം കൊണ്ട് എന്ത് നേട്ടം? ചന്ദ്രിക നെറ്റിച്ചുളിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. പിന്നെ പറഞ്ഞു. ഇക്കാണുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി. സദ്യ ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഇതിനൊരു പരിഹാരം സഖാവ് പറഞ്ഞതാ. പല്ലവിക്കുണ്ടായ വിഷമവോ അപമാനമോ ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. സഖാവിന് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. കേട്ടുനിന്നവരുടെ എല്ലാ ചിന്ത അക്കാര്യത്തിലായി. ഒരു നിമിഷം അവിടെ നിശബ്ദത പരന്നു. പിന്നെ അത് പിറുപിറുക്കലായി. ബാലുവും ഭിത്തിയിൽ ചാരി നിന്ന് കരയുകയാണ്. തങ്കത്തിൻ്റെ മുഖത്ത് സ്ത്രീകളിൽ ആരോ വെള്ളം തെളിച്ചു. കണ്ണു തുറന്ന് അവൾ ചുറ്റും നിൽക്കുന്നവരെ പകച്ചു നോക്കി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട പോലെ. ഒരു പരിഹാരമുണ്ട്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞു. മറപ്പുര ഭാസ്കരനാണ് അത് പറഞ്ഞത്. പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളാരും എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. ആ മുഖവരിയോടെ ഭാർഗവൻ 2 അടി മുന്നോട്ട് നീങ്ങി നിന്നു. എല്ലാ കണ്ണുകളും അയാളിലായിരുന്നു. പറയട്ടെ ഗോപിയേട്ടാ? അയാൾ ഗോപിദാസിനോട് അനുവാദം തേടി. തലയാട്ടുകയല്ലാതെ ഗോപിദാസിന് തരമില്ലായിരുന്നു. ഭാർഗവൻ എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കി. വീടിനകത്തുള്ളവരും കാതു കൂർപ്പിച്ച് നിൽക്കുകയാണ്. മറപ്പുര ഭാർഗവൻ ചുണ്ടനക്കി. ഞാൻ പറയുന്ന അഭിപ്രായത്തോടെ നിങ്ങൾ യോജിച്ചാൽ വിളിച്ചു വരുത്തിയ ആളുകളെ നിരാശരായി മടക്കി അയക്കേണ്ടി വരില്ല. ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും വേസ്റ്റ് ആവുകയുമില്ല. എന്നാൽ ഇവിടെ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും ചിലരുടെ ഭാഗത്തു നിന്ന്. നീ ഇങ്ങനെ ചുറ്റി വളഞ്ഞു വന്ന് മൂക്കേൽ പിടിക്കാതെ കാര്യം തുറന്നു പറവാ ഭാർഗവ. സഖാവ് കരുണന് ദേഷ്യം വന്നു. എന്നിട്ടും പെട്ടെന്ന് പറഞ്ഞില്ല ഭാർഗവൻ. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ നാണക്കെട്ടിൽ നിന്ന് കരകയറാൻ ഇതേയുള്ളൂ വഴി. മാത്രമല്ല ചിലപ്പോൾ അന്തസ്സ് കൂടുകയും ചെയ്യും. സകലരുടെയും ക്ഷമ നശിച്ചു. എടോ താൻ പറയുന്നുണ്ടോ? മാധവൻ ചീറി. പറയാം. ഒന്ന് നിർത്തിയിട്ട് ഭാർഗവൻ തുടർന്നു. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഗൗതം പല്ലവിയെ വിവാഹം കഴിക്കട്ടെ. ഒന്നുമല്ലേലും അവൻ്റെ മുറപ്പെണ്ണല്ലേ അവൾ. വിവാഹ പന്തലിൽ നെല്ലിയില വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. എല്ലാവരും ചിന്തിക്കുകയാണ്. അത് ശരിയാവില്ല, ഗൗതം പെട്ടെന്ന് പറഞ്ഞു. എന്താ ശരിയാകാത്തത്? കരുണൻ അവൻ്റെ നേർക്കു തിരിഞ്ഞു. ഇവിടെ പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നല്ലേയുള്ളൂ. എന്നാലും അവൻ പൂർത്തിയാക്കാതെ ചന്ദ്രികയെ നോക്കി. ഉള്ളിലെ ആഹ്ലാദം അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു ചന്ദ്രിക. പക്ഷെ ഒന്നും പ്രകടമാക്കിയില്ല. ദത്തനും ചന്ദ്രികയും എന്തു പറയുന്നു? കരുണൻ അവർ ഇരുവർക്കും നേരെ തിരിഞ്ഞു. ഗോപിദാസ് ആകെ വെട്ടിലായി ഇരിക്കുകയാണ്. പല്ലവിക്ക് ഈ ബന്ധത്തിന് യാതൊരു താല്പര്യവുമില്ലെന്ന് നേരത്തെ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് സ്പഷ്ടമാണ്. ചന്ദ്രികയുടെ ശബ്ദം കേട്ടു. ഞാനായിട്ട് എന്തായാലും എതിരൊന്നും പറയുന്നില്ല സഖാവേ. എൻ്റെ ആങ്ങളയുടെ മോളായി പോയില്ലേ പല്ലവി. അതുകൊണ്ട് തീരുമാനം ദത്തേട്ടനും ഗൗതത്തിനും വിടുന്നു. ദത്തൻ മുന്നോട്ട് വന്നു. നിനക്കറിയാമല്ലോ ചന്ദ്രികയെ, തിരുവല്ലയിലെ ആലോചന ഗൗതത്തിനും അത് താല്പര്യമാണ്. 2 മാസത്തിനുള്ളിൽ നടത്തണമെന്ന് കരുതിയിരുന്നതാ ഞാൻ. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ മുതലാളി. ഭാർഗവൻ വീണ്ടും സംസാരിച്ചു. ഇതല്ലേ അതിലും പ്രധാനം. ഗോപിക്കും കുടുംബത്തിനും ആരുടെ മുന്നിലും തല കുനിക്കുകയും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ദത്തൻ ദീർഘമായി നിശ്വസിച്ചു. അളിയാ. അയാൾ ഗോപിദാസിൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം. ഞാൻ പറഞ്ഞാൽ ഗൗതം കേൾക്കും. അളിയൻ്റെ തീരുമാനമാണ് ഇനി പ്രധാനം.
ഗോപിദാസിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഗൗതത്തെ നോക്കി ഭാർഗവനൊന്ന് കണ്ണിറുക്കി. തൻ്റെ പ്രകടനം കണ്ടോ എന്ന ഭാവത്തിൽ ഗൗതം മെല്ലെ തലയാട്ടി. ഗോപിദാസ് എന്തെങ്കിലും ഒന്ന് പറ, അതിഥികളും നിർബന്ധിച്ചു. ഞാൻ ഗോപിദാസ് അകത്തേക്ക് നോക്കി വിളിച്ചു. തങ്കം. എല്ലാം കേട്ടുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു തങ്കം. അവർ പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചതും പല്ലവി മുന്നിൽ. തങ്കം ഒന്ന് പകച്ചു. അമ്മേ, അവൾ പതുക്കെ പറഞ്ഞു. ഈ വിവാഹം നടക്കാത്തതിൻ്റെ നാണക്കേട് ഞാൻ സഹിച്ചോളാം. ലോകത്തെ എത്രയോ വിവാഹങ്ങൾ ഇങ്ങനെ മുടങ്ങുന്നു. എന്നാലും ഗൗതം ചേട്ടൻ്റെ ഭാര്യയാകുവാൻ എനിക്ക് വയ്യ. അവൾ തിരിഞ്ഞു നടന്നു. പുറത്തുനിന്ന് ഗോപിദാസിൻ്റെ വിളി പിന്നെയും കേട്ടു. വരുന്നു എന്ന് പറഞ്ഞിട്ട് അർദ്ധശങ്കയോടെ തങ്കം അങ്ങോട്ട് ചെന്നു. തങ്കം, ഇവർ പറയുന്നത്? ഗോപിദാസിൻ്റെ ശബ്ദത്തിൽ നിസ്സഹായത. ഞാൻ കേട്ടു. അവർ നാവനക്കി. അതല്ലേ തങ്കം നല്ലത്. ഭാനുമതിയും ഇടപെട്ടു. ഗൗതം അന്യനല്ലല്ലോ. പല്ലവി മോളെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും. മാധവനും ഭാര്യയെ പിന്താങ്ങി. ഭാനുമതി പറഞ്ഞതാ ശരി. നീ പോയി പല്ലവിയെ വിളിച്ചോണ്ട് വാ. സമയം പോകുകയാണ്. തങ്കത്തിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നീരണിഞ്ഞു. ഗോപിദാസിനെ ഒന്ന് നോക്കിയിട്ട് അവർ അറിയിച്ചു. മോൾക്ക് ഗൗതത്തിനെ വിവാഹം ചെയ്യാൻ സാധിക്കില്ലെന്ന്. അവൾ അവനെ സഹോദരൻ്റെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നതെന്ന്. ഇതാ ഇപ്പോൾ വലിയ കാര്യമായത്. ഗൗതം അവളുടെ സഹോദരനൊന്നുമല്ലല്ലോ, മുറച്ചെറുക്കനല്ലേ. കേട്ടുനിന്നവർക്കും ഈർഷ്യയായി. തങ്കം പോയി മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. പറഞ്ഞത് ചിട്ടിക്കാരൻ ലോനപ്പനാണ്. തങ്കം തല കുടഞ്ഞു. ഇല്ല, അവൾ സമ്മതിക്കില്ല. പൊടുന്നനെ ചന്ദ്രികയുടെ ഭാവം മാറി. കഥ തുടരും.